ഹായ് എല്ലാവർക്കും നമസ്കാരം. ഐഷൂസ് ടൈം മൈ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ വിത്ത് ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സ്രാവാണ് എടുത്തത്. ഒരു 250 ഗ്രാം സ്രാവ് ഉണ്ടാവും. 1/4 സ്പൂണ് വീതം കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഈ മീൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കുറച്ച് സമയത്തേക്ക്. ഓക്കെ, ഞാനിവിടെ സ്രാവാണ് എടുത്തത്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. മത്തി വരെ എടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ സ്രാവാണ് എടുത്തത്. എന്നിട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയ സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിയില, ഒരു പച്ചമുളക് നീളങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 5 അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി. ഇത്രയുമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തത്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും അതേപോലെ ചെറിയ കഷ്ണം പുളി പിഴിഞ്ഞ വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് ഈ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കറിയില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ച മീൻ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇൻഗ്രീഡിയൻസ് ഒക്കെ തേച്ചിട്ട്. അപ്പം ആ ഫിഷ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കത് ചെയ്യാം. മീൻ പൊരിച്ചതൊക്കെ നമ്മളല്ലാണ്ട് തന്നെ ഉണ്ടാക്കാറുണ്ട്. അല്ലാത്ത ടൈപ്പ് ഫിഷ് ഫ്രൈയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതൊരു നല്ലൊരു മിക്സാണ് രണ്ടിൻ്റെയും കൂടി. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അതൊന്ന് ഞാൻ അടച്ച് വേവിക്കുകയാണ്. ഓരോ ഭാഗം മറിച്ചിട്ടതിന് ശേഷം അടച്ച് വേവിക്കുക. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫിഷ് ഫ്രൈയിലെ വെളിച്ചെണ്ണ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പാൻ എടുത്തത്. നിങ്ങൾ ആ പാനിൽ തന്നെ ഫിഷ് മാറ്റിയിട്ട് അതിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ഇടാം. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. വീഡിയോ എല്ലാവരും ഫുള്ള് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കരുത്. അതേപോലെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി കറിയില ഇട്ട് കൊടുക്കുക. അതേപോലെ പച്ചമുളക്, ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ സവാളേൻ്റെയൊക്കെ ട്രാൻസ്പെറൻറ്റ് കളറാവുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. മലബാർ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ഞാൻ ചെയ്തിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചാനൽ എല്ലാവരും വിസിറ്റ് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നല്ല ടേസ്റ്റാട്ടോ. അത് നമുക്ക് ചോറിൻ്റെയും പുട്ട്, പത്തിരി, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുറച്ച് ഗ്രേവിയും കൂടി ഉള്ളത് കൊണ്ട് ഇതിനൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പറ്റും. സൈഡ് ഡിഷായിട്ടും പറ്റും. ഇപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, അതേപോലെ മുളക് പൊടി 1/4 സ്പൂൺ, ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മല്ലിപ്പൊടി വേണം. അപ്പോൾ അത് ഞാനൊരു 1/2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി നമുക്ക് ആവശ്യത്തിന് മതി. കാരണം നേരത്തെ മീൻ പൊരിക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴും മുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് നല്ലോണം വേണ്ടിയവർ അതിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇടുക. അല്ലാത്തവർ അത് കുറയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തക്കാളി ചേർക്കാനുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തക്കാളി ഇപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അടച്ച് വേവിക്കുക. അപ്പോൾ ഒന്ന് അടച്ച് വേവിച്ച് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ച് കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള കഷ്ണത്തിലുള്ള പുളിയാണ് പിഴിഞ്ഞത്. അതിന് ശേഷം നമുക്കിനി തേങ്ങാപ്പാൽ എടുത്ത് വെച്ച് ഒഴിച്ച് കൊടുക്കുക. അതൊരു 1/2 കപ്പ് ഉണ്ടാവും. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മീൻ നമ്മൾ പൊരിച്ച് വെച്ചത് ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, മത്തിയൊക്കെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാട്ടോ. ഞാനിവിടെ കഷ്ണം മീനാണ് എടുത്തതെന്നുള്ളൂ. പക്ഷേ അതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി ആയിരിക്കും. ഡെയിലി ഉള്ളതിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ അതാ ഞാൻ ഈ മീൻ പൊരിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിക്കണം. ആ മീനിലേക്കും ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ സ്പെഷ്യൽ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക.